നമ്മൾ 4 മണി ചായയുടെ ഒക്കെ കൂടെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സ് ആണ് റെഡിയാക്കുന്നത്. വളരെ കുറഞ്ഞ സമയം മതി, 10 മിനിറ്റ് കൊണ്ടൊക്കെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു 4 കോഴിമുട്ട ഒന്ന് പുഴുങ്ങി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ച് വെക്കുക. അടുത്തത് ഇതിലേക്ക് ചെറിയൊരു ചമ്മന്തി റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചത്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 ചെറിയുള്ളി, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ആദ്യം ഒന്നങ്ങ് ചതച്ചെടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്കുള്ള തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതിനായിട്ടൊരു അര ടു 1/4 കപ്പിൻ്റെ ഉള്ളിൽ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടിയുടെ ടേസ്റ്റിനേക്കാളും പച്ചമുളകാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പച്ചമുളക് ആയാലും മതി. പാകത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരയണ്ട, നമ്മൾ സാധാരണ ചമ്മന്തിക്കൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഒതുക്കിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. ഇനിയിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോ പീസ് മുട്ട എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ചമ്മന്തി മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഫില്ലാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിലാക്കിയിട്ട് വിരൽ വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ മുട്ടയുടെ പീസിലും ഇപ്പോൾ ചമ്മന്തി ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ ഒരു കഷ്ണം പച്ചമുളക് ഇതുപോലെ ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അടുത്തതിന് ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ തീരെ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കുറച്ച് കടലമാവായാലും മതിയാവും, ഒരു 1.5 ടേബിൾ സ്പൂൺ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി നോക്കുക. കുറച്ച് കൂടുതൽ ടൈറ്റ് പോലെ തോന്നുകയാണെങ്കിൽ മാത്രം ഒരു 1 ടേബിൾ സ്പൂൺ പാലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഇതിനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 1.5 to 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല, ഒരുപാടൊന്നും വേണ്ട. എന്നിട്ട് ഇതിലേക്ക് ഈ കൂട്ടിലേക്ക് നമ്മളെ മുട്ട ഇതുപോലെ ഒന്ന് മുക്കുക, ആ ഒരു ചമ്മന്തി ഒന്ന് കവറാവുന്ന രീതിയിൽ. എന്നിട്ട് ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതുപോലെ മൊത്തത്തിൽ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ മുട്ട ഒരേ സമയത്ത് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് 2 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളൂ. ഇത് ലാസ്റ്റത്തിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു മുളക് പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ഇത്തിരി പച്ചമുളക് ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടി അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എഗ് ഫ്രൈ. സാധാരണ നമ്മൾ ഇതുപോലെ മുട്ട ചമ്മന്തി ഫില്ലാക്കിയിട്ട് ഒന്നില്ലെങ്കിൽ മൈദമാവിൽ മുക്കിയിട്ട് എണ്ണയിൽ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യലുണ്ട്, അല്ലെങ്കിൽ കടലമാവിൽ മുക്കി ബജ്ജി പോലെയും ചെയ്യലുണ്ട്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഓയിലൊക്കെ വളരെ കുറച്ച് ഉപയോഗിക്കേണ്ടവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സിമ്പിൾ റെസിപ്പി. അപ്പോൾ ഇതെപ്പോഴും നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. നല്ല കട്ടൻ ചായയുടെ ഒക്കെ കൂടെ സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്നാക്സ്, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനും പറ്റുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നല്ല റെസിപ്പി ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്